ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതായിരുന്നു നമ്മുടെ നവ്യയും അതേപോലെ തന്നെ അഭിയും കൂടി വരികയാണ്. അപ്പോൾ നവ്യ ഇങ്ങനെ പറയാണ്, എനിക്കൊരു സംശയമുണ്ട്. ആ സംശയം ഞാൻ നിങ്ങളുടെ മുന്നിൽ എല്ലാവരുടെ പറയാം. അല്ല, ഈ ആദർശേട്ടൻ ചതിച്ച ഒരു പെണ്ണില്ലേ അനഘ കുറേ നാൾ ഗൾഫിലായിരുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി അഥവാ ആദർശിന് അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ പറഞ്ഞു വരുന്നത്? ദേ, ആദർശല്ല ഇവിടെ തെറ്റുകാരൻ, മറ്റു ചിലരാണ്. എന്താ ആ സത്യങ്ങളെല്ലാം ഞാനിവിടെ വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നവ്യയുടെ മുഖഭാവമാകെ മാറുക. അപ്പോൾ അഭിയാണെങ്കിൽ പേടിച്ചും പോയി. നവ്യേ, എന്തൊക്കെയാണ് നവ്യ പറയുന്നത്? ദേ, അറിയാത്ത കാര്യങ്ങൾ ചുമ്മാ പറയാനായിട്ട് നിൽക്കരുത്. ഞാൻ അറിയാത്ത കാര്യങ്ങളല്ല പറഞ്ഞത്, എനിക്കതിൻ്റെ ആവശ്യമില്ല. മനസ്സിൽ തോന്നിയ കാര്യം ഞാനിവിടെ വെളിപ്പെടുത്തി. പിന്നെ നടക്കാൻ സാധ്യതയുള്ള കാര്യവും ഞാൻ പറഞ്ഞത്. അനഘ ഗൾഫിലായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? അനഘയുടെ കുഞ്ഞിൻ്റെ അച്ഛനാണല്ലോ ആദർശ്. ഇങ്ങനെയൊക്കെ നവ്യ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനിയാണെങ്കിൽ, ജലജേ, നിന്റെ മരുമകളോട് മിണ്ടാതിരിക്കാനായിട്ട് പറഞ്ഞോ, അല്ലെങ്കിൽ ചില സത്യങ്ങളെല്ലാം ഇവിടെ പൊട്ടി മുളയ്ക്കും. അതും നിനക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ നയനയാണെങ്കിൽ, ചേച്ചി അനാവശ്യം പറയരുത്. ആദർശേട്ടൻ ഏതായാലും നിങ്ങളുടെ ഭർത്താവിനെ പോലെയല്ല. അതേടി, ആദർശേട്ടൻ എൻ്റെ ഭർത്താവിനെ പോലെയല്ല, അതിനേക്കാളും മേലെയാണ്, വൃത്തികെട്ടവൻ എന്ന രീതിയിൽ തന്നെ പറയുക. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്കാകെ പേടി തോന്നി. നവ്യമോളെ, എന്തിനിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വേണ്ട, ഇനിയിപ്പോൾ ആദർശ് വിളിക്കാത്തതിൻ്റെ പേരിൽ നീ അതും പറഞ്ഞുണ്ടാക്കാൻ നിൽക്കണ്ട, നീ പോകാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ, ശരി, ഞാൻ പോകാം. ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാമെന്നും നവ്യ പറയുക. ഇതെല്ലാം കേട്ട് എല്ലാവർക്കും ആകെ ടെൻഷനും ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് അഭി ചെന്ന് ഈ നമ്മുടെ അനാമികയുടെ അച്ഛനോടും ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അത് കൊള്ളാലോ, അപ്പോൾ ആദർശ് ജയിലിലാണ് ഗൾഫിലെ. അതേതായാലും കൊള്ളാം. നിങ്ങൾ എന്തിനാണ് ഈ സത്യങ്ങളെല്ലാം മൂടിമറിച്ച് വെച്ചിരിക്കുന്നത്? എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്നേ, എല്ലാവരും അറിയട്ടെ, എന്നാലല്ലേ സമാധാനം ഉണ്ടാവുള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പറയണം, എല്ലാം എല്ലാവരോടും തന്നെ തുറന്നു പറയേണ്ട ഒരിത് വന്നിരിക്കുകയാണ്. പറയണം. കാരണം നവ്യേട്ടത്തിയെ ഇങ്ങനൊരു കാര്യം ചെയ്തത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അനന്തപുരിക്കെതിരെയാണല്ലോ നവ്യേട്ടത്തി ഒരുമ്പിട്ടിറങ്ങിയത്, മത്സരിച്ചത്, ഒരു ഫാഷൻ ഡിസൈനറായിട്ട് തന്നെ. അതിൻ്റെ ആവശ്യം തന്നെയുണ്ട്. അല്ല, നയനയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാനായിട്ട് പാടില്ലേ? അതെവിടത്തെ ന്യായമാണ്? അതൊന്നും വിട്ടുകൊടുക്കേണ്ട യാതൊരു കാര്യമില്ല. എന്നെ ആരും മോഡലായിട്ട് വിളിക്കുന്നില്ല, അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ മോഡലായിട്ട് പോയാനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം. ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഇനി നവ്യയെ അങ്ങോട്ട് മോഡലാക്കി തന്നെ വിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അനന്തപുരിയെ തകർക്കണം. ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ അനുവാദം ഇല്ലെങ്കിലേ ഞങ്ങൾ ഇതിനപ്പുറം ചെയ്തു കൂട്ടും. അഭിയേട്ടനാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ തന്നെയാണ് ഇതിന് പിന്നിൽ. ഇനി അങ്ങോട്ട് അഭികളി തുടരാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടറിയാം ഇനി അനന്തപുരിയുടെ തകർച്ച എന്താണെന്ന് എന്നും പറഞ്ഞുകൊണ്ട് അഭി അവിടുന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ഈ ജലജയെ വിളിച്ചുകൊണ്ട് പോവുക. നീ ഇങ്ങോട്ട് വന്നണ്ടേ, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയിട്ട്, എന്താ ഏട്ടതി? അതെ, ഈ ഇവിടെ മുഴുവനും പാത്രമാണ്. ഈ പാത്രം മുഴുവനും നീ ക്ലീനാക്കി വൃത്തിയാക്കി വെക്കണം. ജോലിക്കാരിനി വരില്ല, മനസ്സിലായല്ലോ? ഇവിടെ മുഴുവനും തൂത്തു തുടച്ച് വൃത്തിയാക്കണം. ഇനിയുള്ള ജീവിതം നിനക്ക് അങ്ങനെ തന്നെയാണത് ജലജെ. അത് നീ ആലോചിച്ചോണം. ഈ നാട്ടിലെ ഏറ്റവും വലിയ വീടാണ് ഈ വീട്. ഈ വീട് മുഴുവനും നിന്നെ കൊണ്ട് ഞാൻ തുടച്ച് വൃത്തിയാപ്പിക്കും, മനസ്സിലായോ? ഏട്ടത്തി, ഞാൻ ചെയ്തോളാം ഏട്ടത്തി, ചെയ്യണം. നിനക്ക് എന്നെ അനുസരിച്ചേ പറ്റുള്ളൂ. അനുസരിച്ചില്ലെങ്കിൽ നവ്യ സത്യങ്ങൾ മുഴുവൻ അറിയും. അയ്യോ ഏട്ടത്തി, എന്തിനേട്ടത്തി അവളോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്? അവളൊന്നും അറിഞ്ഞിട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. അറിയാം, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നീ ആ അഹങ്കാരം അങ്ങോട്ട് അവസാനിപ്പിച്ചേര്. ഇനി ഈ ദേവയാനി പറയുന്നത് വേണം നീ അനുസരിക്കാനായിട്ട്, മനസ്സിലായല്ലോ? അതുകൊണ്ട്
ഇവിടുത്തെ മുഴുവനും ജോലിയും നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. ഈ അടുക്കളയില്ലേ, ക്ലീൻ ആയിരിക്കണം, പക്ക ക്ലീൻ ആയിരിക്കണം. ഹോ, ഒരു തരി ജോലി പോലും ഇനി ബാക്കി വെച്ചുകൂടാ, മനസ്സിലായല്ലോ? ഇനി ദേവയാനിയുടെ പോരാട്ടം തന്നെയാടി എന്നൊക്കെ ഇങ്ങനെ ജലജയുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അവിടുന്ന് പോകാൻ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ജലജ ഒന്ന് പോടി എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേട്ടതും ദേവയാനി തിരിഞ്ഞങ്ങോട്ട് നോക്കിയാണ്. എന്താടി, എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ലേ? നീ പോടീന്ന് പറഞ്ഞില്ലേ? അയ്യോ, പോടീന്നല്ല പറഞ്ഞത്, ദേ പൊടിയാണെന്ന്. കണ്ടില്ലേ, ഇവിടെ മൊത്തം പൊടിയാ. പൊടി കൊണ്ട് വല്ലാത്തൊരവസ്ഥയെ കിടക്കുന്നത് കണ്ടില്ലേ? ആ, അതാ നിന്നോട് ഞാൻ പറഞ്ഞേ, അതെല്ലാം തൂത്തു തുടച്ച് വൃത്തിയാക്കണമെന്ന്. മനസ്സിലായല്ലോ? ഓ, മനസ്സിലായി എന്നും പറഞ്ഞ് ദേവിയനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്കാണെങ്കിൽ ആകെ കലയും വരികയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭിയെ തന്നെയാണ്. അപ്പോൾ അഭിയാണെങ്കിൽ ഒരു അജ്ഞാതനെ വിളിച്ചിട്ട് പറയാണ്, അതെ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേൾക്കണം. ആദർശ് ജയിലിലാണെന്ന വിവരം അനന്തപുരിയിൽ മിക്കവരും അറിഞ്ഞിട്ടില്ല. അത് അറിയിക്കണം. ഏതായാലും ആദർശിൻ്റെ ഭാര്യയെ തന്നെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറ. ശരിയെന്നേ, ഞാൻ ഏറ്റെടുത്തു. ഏതായാലും അവൻ്റെ ഭാര്യയെ തന്നെ ഞാൻ വിളിച്ചോളാം. അവൻ്റെ ഭാര്യ അറിഞ്ഞാൽ പിന്നെ അവിടെ മുഴുവനും പാട്ടാകുമല്ലോ. അതെ, അതാണ് വേണ്ടത്. ശരി, നിങ്ങൾ ഫോൺ വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. പിന്നെ നമ്മുടെ നയനയെ കാണിക്കുകയാണ്. നയന അപ്പോഴും സങ്കടപ്പെട്ടിരിക്കുക. ആദർശിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് നയനക്കൊരു കോള് വരുന്നത്. അപ്പോൾ കോള് നോക്കി കഴിഞ്ഞപ്പോഴേക്കും, ദൈവമേ, ഇത് ഗൾഫിൽ നിന്നാണല്ലോ വിളിക്കുന്നത്, ഇനി ആദർശേട്ടനായിരിക്കോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഈ നയനയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക. ഹലോ, ആരാ എന്ന് ചോദിക്കുകയാണ്. അതെ, ആദർശിൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഞാൻ ആദർശേട്ടൻ്റെ ഭാര്യ തന്നെയാണ്. അതെ, പെട്ടെന്നൊരു കാര്യം ഞാൻ പറയാം. എന്താ? ആദർശ് ഗൾഫിലെ ജയിലിലാണ് എന്ന് പറയാം. ഇത് കേട്ടതും നയന ആകെ അങ്ങോട്ട് ഞെട്ടി വിറച്ചൊരവസ്ഥയിലായി പോവുകയാണ്. എന്താ പറഞ്ഞത്? അപ്പോഴേക്കും അവിടെ ഫോൺ കട്ടാക്കുകയും ചെയ്തു. അവിടെ ഫോൺ വെക്കുകയാണ്. അയ്യോ, ഹലോ, എന്താ പറഞ്ഞത്? അപ്പം നയനയ്ക്കാണെങ്കിൽ ഇത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല. നയനയാണെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞോണ്ട് നേരെ ഓടി മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ മുത്തശ്ശൻ ആർക്കോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. മുത്തശ്ശ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ മോളെ? മുത്തശ്ശ, ദേ ആദർശേട്ടന് ഇതുവരെയും വിളിച്ചില്ല മുത്തശ്ശൻ സത്യം പറ മുത്തശ്ശ, ആദർശേട്ടൻ ജയിലിലാണോ മുത്തശ്ശ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ട് ഞെട്ടിപ്പോയി. അപ്പോൾ ദേ, എനിക്കിപ്പോൾ ഒരു കോള് വന്നായിരുന്നു. ഗൾഫിൽ നിന്നാണ് കോള് വന്നത്. ഞാൻ വിചാരിച്ചത് ആദർശേട്ടനെന്നാണ്. പക്ഷേ അയാൾ എന്നോട് പറഞ്ഞത് ആദർശേട്ടൻ ഗൾഫിലെ ജയിലാന്നാണ് പറഞ്ഞത്. അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ട് മുത്തശ്ശ? എനിക്കാകെ പേടി തോന്നുന്നു. ആദർശേട്ടൻ എങ്ങനെ ജയിലായി മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന കരയുകയാണ്. ഇത് കേട്ട മുത്തശ്ശൻ അവിടുന്ന് ചാടി എണീറ്റിട്ട്, മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ദേ ആദർശ് ജയിലിലാണെന്ന് വെറുതെ ആരെങ്കിലും നുണ പറഞ്ഞായിരിക്കും. ഇല്ല മുത്തശ്ശ, എനിക്ക് നുണ പറഞ്ഞായിട്ട് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ആദർശേട്ടൻ വിളിക്കുന്നില്ല? ആദർശേട്ടൻ ഇങ്ങനെ വിളിക്കാതിരിക്കേണ്ട കാരണമൊന്നുമില്ലല്ലോ. ആദർശേട്ടൻ വിളിക്കുന്നില്ല മുത്തശ്ശ. എനിക്കപ്പോൾ എന്തൊക്കെയൊരു ഡൗട്ടുണ്ട്. എനിക്ക് നേരത്തെ ഈ ഒരു സംശയം തോന്നിയതാ, പക്ഷേ ഞാൻ ആരോടും പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. മുത്തശ്ശനോട് അങ്ങനെയും പറഞ്ഞുകൊണ്ട് നയന അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ആകെ പേടിച്ച് പറിച്ച് നിൽക്കുകയാണ്. ദൈവമേ, ഇനിയിപ്പോൾ ഇവള് സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്ന ആലോചിച്ചിട്ട് ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ജയനും അതേപോലെ തന്നെ അജയനും കൂടി സംസാരിക്കുകയാണ്. ആദർശിനെ എങ്ങനെ പുറത്തിറക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെയൊന്ന് കോണ്ടാക്ട് ചെയ്യണത്, വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നയന അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നയന ചോദിക്കുകയാണ്, ദേ അച്ഛാ, സത്യം പറ അച്ഛാ, ആദർശേട്ടൻ എവിടെയാ? ആദർശേട്ടൻ എന്താ പറ്റിയത്? ആദർശിന് എന്ത് പറ്റാൻ? ആദർശിനൊന്നും പറ്റിയില്ല മോളെ. ഇല്ല, ആദർശേട്ടൻ എന്തോ സംഭവിച്ചു. ആദർശേട്ടൻ ഗൾഫിലെ ജയിലിലാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് സത്യങ്ങൾ അറിയാമായിരുന്നല്ലേ? എന്നിട്ട് എന്തിനാ എന്നോട് മറച്ചു വെച്ചു? ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ ദേവയാനിയും. ഇത് കേട്ട് ദേവയാനിയാണെങ്കിൽ എന്താ നിങ്ങൾ പറഞ്ഞിരുന്നത്? എന്തൊക്കെയാണ് നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ആദർശന് എന്ത് പറ്റിയെന്നാണ് പറയുന്നത്? അമ്മേ, അതെ, എനിക്കൊരു കോള് വന്നായിരുന്നു. ഗൾഫിൽ നിന്ന് ഒരു കോള് വന്നത്. അയാൾ എന്നോട് പറഞ്ഞത് ആദർശേട്ടൻ ഗൾഫിലെ ജയിലിലാണെന്നാ. ഇത് കേട്ടതും ദേവയാനി ആകെ വിറച്ച് നിൽക്കുകയാണ്. എന്താ, ആദർശ് മോൻ ജയിലിലാണെന്നോ? ജയേട്ടാ, എന്താ ജയേട്ടാ ഈ പറയുന്നത്? നമ്മുടെ മോൻ ഗൾഫിലെ ജയിലിലാണോ? എങ്ങനെ സംഭവിച്ചത്? അവൻ എങ്ങനെ ജയിലിലായി എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ഒന്നും അറിയില്ല. പക്ഷേ
ചിലപ്പോൾ കേട്ടതൊന്നും സത്യമല്ലെങ്കിലോ? ഇല്ല, എനിക്കത് വിശ്വസിക്കാൻ മാത്രം പറ്റുന്നില്ല. കാരണം സത്യമല്ലെങ്കിൽ ആദർശ് എന്തുകൊണ്ട് വിളിക്കുന്നില്ല? മോളെ പോലെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? അവനെന്തോ സംഭവിച്ചിട്ടുണ്ട് ജയേട്ടാ. എങ്ങനെയെങ്കിലും എൻ്റെ മോനെ തിരിച്ചു കൊണ്ടുവരണം ജയേട്ടാ. ദേ അച്ഛനൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നമ്മളോട് ഒന്നും പറഞ്ഞില്ല? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ അച്ഛൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദേ അച്ഛൻ എന്തെങ്കിലും ചെയ്തോളും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് ആകെ തല കറങ്ങുന്നൊരവസ്ഥ വരികയാണ്. അങ്ങനെ നയന തല കറങ്ങി ആ വീഴാൻ പോകുന്ന സമയത്ത് അയ്യോ ഇത് ദേവയാനി, ഇത് നയനമോള്. അപ്പം നയനയെ ചേർത്ത് പിടിക്കുക. അപ്പോഴേക്കും ദാ വരുന്നു ജലജ. ജലജ വന്ന് ചോദിക്കുകയാണ്, അയ്യോ എന്തു പറ്റി? നീ കുറച്ച് വെള്ളം ഇങ്ങെടുത്തിട്ട് വന്നേ. അങ്ങനെ വെള്ളം എടുത്തിട്ട് നമ്മുടെ നയനയുടെ മുഖത്തങ്ങോട്ട് അടിക്കുകയാണ്. അപ്പം നയനയാണെങ്കിൽ കണ്ണു തുറക്കുകയും ചെയ്യാണ്. എന്തു പറ്റി? നിനക്ക് സന്തോഷമുള്ള വാർത്തയാ? സന്തോഷമുള്ള വാർത്തയാ? അതെ, ആദർശ് മോനെ ഗൾഫിലെ ജയിലിലാണെന്ന്. ഇത് കേട്ടതും ഈ ജലജയ്ക്ക് നേരത്തെ അറിയാലോ. ജലജയുടെ മുഖം മറയ്ക്കുക. എന്താ നിനക്ക് സന്തോഷമായോ? എന്താ ഏട്ടത്തി ഇതൊക്കെ സന്തോഷമായ വാർത്തയാണോ? ആ, നിനക്ക് സന്തോഷമായ വാർത്ത തന്നെയാണ്. കാരണം ആദർശ് ജയിലിലാകണം, ആദർശിന് ആപത്തൊക്കെ പറ്റണമെന്നായിരുന്നല്ലോ നിന്റെ മനസ്സിൽ ആഗ്രഹം. ഏട്ടത്തി ഇതെന്തിനായിട്ടത് എന്നോട് ചാടിക്കരുത് സംസാരിക്കുന്നത്? നയന മോളെ വിളിച്ച് ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് എന്നോട് ചാടിക്കരുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ദേ ഇതൊക്കെ ഇനി സത്യമാണോ ഇല്ലെന്ന് പോലും അറിയില്ല. പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ മോൻ ഇങ്ങനെ ഒരു ആപത്തായാൽ നിങ്ങളൊക്കെ ചിരിച്ച് മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും എല്ലാവരുടെ മുന്നിൽ ഞാൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും എന്നൊക്കെ ദേവയാനി പറയാണ്. ഷോ ഇതെന്തൊരു അവസ്ഥയാണ്? അതെ, അവസ്ഥ തന്നെയാണ്. അപ്പോൾ ജലജിങ്ങനെ മനസ്സിന്തിക്കുകയാണ്, അതേടി എനിക്ക് സന്തോഷം തന്നെയാണ്. നിന്റെ മോൻ ജയിലിലായതിൽ എനിക്ക് സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ മകനെ ജയിലിലാക്കിയതല്ലേ നിങ്ങളൊക്കെ എന്നൊക്കെ പറയാണ്. അപ്പോൾ നയന മോളെ ആശ്വാസപ്പെടുത്തുകയാണ്. മോളെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ മോളെ. ദേ എന്തായാലും അച്ഛൻ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തോളും. എത്രയും പെട്ടെന്ന് ആദർശ് മോൻ തിരിച്ചു വരിക തന്നെ ചെയ്യും. മോളിങ്ങനെ സങ്കടപ്പെടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നയനയെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് ഈ ജലജ ഇങ്ങനെ അഭിയെ വിളിക്കുകയാണ്. അമ്മേ എന്താമെന്ന് ചോദിച്ചപ്പോഴേക്കും എടാ ഇവിടെ ഭൂകമ്പമാണ്, ശരിക്കും ഭൂകമ്പം. എല്ലാവരും സത്യങ്ങളെല്ലാം അറിഞ്ഞു. ആദർശ് ജയിലിലാണെന്ന സത്യം അറിഞ്ഞോ അമ്മേ? അതെ അറിഞ്ഞു. ഞാനാ ഗൾഫിൽ ഒരാളെ വിളിച്ചിട്ട് ഈ സത്യങ്ങളെല്ലാം അറിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഏർപ്പാട് ചെയ്തത്. ആഹാ, അത് കൊള്ളാലോ. ഏതായാലും അവിടെ ശരിക്കും ഭൂകമ്പം തന്നെയാണല്ലേ? പിന്നെ അനന്തപുരി കിടന്നിങ്ങനെ കത്തി ജ്വലിക്കുവാണ് മോനെ, ജ്വലിക്കുവാണ്. ജ്വലിക്കട്ടെ അമ്മേ, അതിനു വേണ്ടി തന്നെയാണല്ലോ ഞാനും കാത്തിരുന്നത്. ഇനി ഏതായാലും അവരുടെ ആ ഒരു കണ്ണീരൊക്കെ എനിക്ക് കാണും. എൻ്റെ പൊന്നു മോനെ, കണ്ണീര് മാത്രമായി ഇടി നൊല്ലുവിളി നെഞ്ചത്തടിയിലും ദേ ബോധം കെട്ട് വീഴലും നയനയ്ക്ക് വല്ലാത്തൊരവസ്ഥയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അമ്മേ ഏതായാലും ആ കാഴ്ച കാണാൻ വേണ്ടി ഞാൻ ദേ ഇപ്പം വരാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.